ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളിന്ന് ദന്തപാലയുടെ ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ദന്തപാല ഓയിലിന് ഉള്ളത്. ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമുക്ക് ആ സോപ്പ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കളറിലാണ് ആ ഒരു ഓയിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ദന്തപാല ഓയിലിൻ്റെ ഗുണം എന്ന് പറയുന്നത് താരൻ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, സോറിയാസിസ്, ത്വക്ക് രോഗങ്ങൾ, ചുണങ്ങ്, ചൊറി, അതുപോലെ തന്നെ ഈ കാലിൽ കൈകളിലൊക്കെ ഉണ്ടാകുന്ന മുഴിച്ചിൽ, ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ തലയിലെ താരനൊക്കെ പോകാനും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണേ. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു വെയ്റ്റ് മെഷീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. ഗ്ലിസറിൻ ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 210 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു ഗ്ലിസറിൻ്റെ ബേസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കറക്റ്റ് 200 എടുക്കാതെ ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതൽ എടുക്കാം. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസ് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ ഡബിൾ ബോയിലും മെത്തേഡ് പ്രകാരമാണ് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു ബേസും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓവൽ ഷേപ്പുള്ള മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് ഓരോരോ കാര്യങ്ങളും പെട്ടെന്നായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു ഓയിലിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് വീണ്ടും ഒരു വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 3 ഗ്രാം അലോവേരയുടെ ജെല്ലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ്. ഒരു 2-3 ഡ്രോപ്സിൻ്റെ അടുത്ത് നമുക്ക് വൈറ്റമിൻ ഇ ചേർക്കാം. വൈറ്റമിൻ ഇ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതൊരു 2 എണ്ണം ചേർക്കാവുന്നതാണ്. ഒരു 100 ഗ്രാമിൻ്റെ 2 സോപ്പാണെങ്കിൽ 2 എണ്ണം ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ഓപ്ഷണലാണ്, ഗ്ലിസറിൻ ബേസാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ വെജ് ഗ്ലിസറിനും ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ദന്തപാലയുടെ ഓയിലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ആ കളറ് കണ്ടില്ല, നല്ലൊരു വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഈ ഒരു വയലറ്റ് കളറ്, അല്ലെങ്കിൽ ഇതിൽ കൂടി കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞൊരു മുന്തിരി വൈൻ കളറിലോട്ട് വരും കേട്ടോ. ആ ഒരു കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ദന്തപാലയുടെ ഓയിലും കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. 7 ദിവസം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു കളറിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ദന്തപാലയുടെ ഇല പൊട്ടിച്ച് ഒരു സ്റ്റീൽ പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അലൂമിനിയത്തിൻ്റെ പാത്രം യൂസ് ചെയ്യരുത്. സ്റ്റീൽ പാത്രത്തിൽ നമ്മളിപ്പോൾ ദന്തപാലയുടെ ഇല പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ആ ഒരു ഇല മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മളത് നല്ല വെയിലത്ത് വെക്കണം കേട്ടോ. വെയിലുള്ള സമയത്തൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. മഴ ടൈമിലൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു എണ്ണയ്ക്ക് കളർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. 7ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഈ ഒരു കളറിലേക്കായിരിക്കും നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ കിട്ടുന്നത്. ഒന്നല്ലെങ്കിൽ ഈ കളറിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ നല്ലൊരു ഡാർക്ക് കളറിലോ വരാനാണ് ചാൻസ്. ഒരു 4 ml അടുത്ത് ദന്തപാലയുടെ ഓയിലും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി ഒരു 8 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മിക്സിങ് എന്ന് പറയുന്നത്. ജെല്ലാണെങ്കിലും അതുപോലെ തന്നെ ഗ്ലിസറിനും വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ്, ഓയിൽ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു 8 ml അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ആ മെൽറ്റ് ആയിരിക്കുന്ന ബേസിലേക്ക് നമ്മുടെ ആ ഒരു മിക്സിങ് കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു മിക്സിങ് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് ഇളക്കി കൊടുക്കരുത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു അലോവേരയുടെ ജെല്ല് അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലോവേരയുടെ ജെല്ലായതുകൊണ്ട് തന്നെ അത് ഒന്ന് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു മിക്സിങ് നല്ല രീതിയിൽ ആ ഒരു ബേസുമായിട്ട് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ കളറാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിലിന്. അപ്പോൾ എന്തായാലും ഞാനൊരു 5 ml അടുത്ത് ഫ്രാഗ്രൻസ് ഓയിലും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരു ലാവൻഡറിൻ്റെ 1 അല്ലെങ്കിൽ 2 ഡ്രോപ്സിൻ്റെ അടുത്ത് കളറും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്തായാലും നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ ഒരു എടുത്തു വെച്ചിരിക്കുന്ന മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കുഞ്ഞു ഓർഡർ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ അടുത്ത് ഈ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുള്ളതായിരുന്നു ദന്തപാലയുടെ സോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അന്നേരം എൻ്റെ കയ്യിൽ ഈ ഒരു ഓയിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത തവണ നമുക്ക് സോപ്പ് മേക്ക് ചെയ്ത് തരുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പും കൂടി ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ തവണ നമുക്ക് വേറെ 1-2 സോപ്പുകളും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അലോവേരയുടെ സോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ റോസിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ദന്തപാലയുടെ സോപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു 2 ഷേപ്പിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വരുന്ന പതയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ വെച്ച് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ ഒന്നും സ്പ്രേ ചെയ്യുന്നില്ല. അങ്ങനത്തെ നമ്മുടെ ദന്തപാലയുടെ സോപ്പ് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറിന് വേണ്ട കേട്ടോ, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും. നമ്മുടെ സോപ്പൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ദന്തപാലയുടെ സോപ്പ്, അലോവേരയുടെ സോപ്പ്, പിന്നെ റോസിൻ്റെ സോപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ദന്തപാലയുടെ സോപ്പാണ് കേട്ടോ അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് കളറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ ലൈറ്റായിട്ടൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ, വളരെ ലൈറ്റ് ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം ഗുണമുള്ളൊരു സോപ്പാണ് കേട്ടോ. സോപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിലും വളരെയധികം നല്ലതാണ് കേട്ടോ. നമ്മുടെ തലയിലെ താരനൊക്കെ പോകാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഓയിലാണ് ഈ ഒരു ദന്തപാലയുടെ ഓയിൽ. പിന്നെ നമ്മുടെ അലോവേരയുടെ സോപ്പും അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ അലോവേരയുടെ സോപ്പും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അലോവേരയുടെ സോപ്പ് ചെയ്തിരിക്കുന്നത്. 2 സോപ്പ് അതിനും ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് റോസിൻ്റെ സോപ്പാണ്. ഇത് നമ്മൾ റോസിൻ്റെ നമ്മുടെ ജ്യൂസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് 90 ഗ്രാമിൻ്റെ മോൾഡിലാണ് കേട്ടോ ഈ ഒരു സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പും അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ദന്തപാലയുടെ സോപ്പും അലോവേരയുടെ സോപ്പും അതുപോലെ തന്നെ റോസിൻ്റെ സോപ്പും എല്ലാ സോപ്പും നല്ല രീതിയിൽ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് സോപ്പിന് ഉറപ്പില്ലാതെ വരുന്നത്, അതുപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊക്കെ ചെയ്യുന്നത്. പിന്നെയും കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോപ്പിന് പതയില്ല എന്ന് പറയാറുണ്ട്. അത് ബേസിൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ. നമ്മൾ പതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ സോപ്പിന് നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഇത് അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പിലും നമ്മൾ ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്ത് ഓരോ സോപ്പിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ വെയിറ്റും റേറ്റും പിന്നെ എന്ത് സോപ്പാണെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ വീണ്ടും അതിന് മുകളിലൂടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ വെച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അറേഞ്ചൊക്കെ ചെയ്യണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഓർഡർ. അലോവേരയുടെ സോപ്പും ദന്തപാലയുടെ സോപ്പും പിന്നെ ആ പിയേഴ്സിൻ്റെ മോൾഡിൽ കാണുന്നത് റോസിൻ്റെ സോപ്പുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പുകളോ ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ വേണമെങ്കിലും അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ലിപ് ബാം, ഷാമ്പൂ, ഫേസ് വാഷ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ, ഇത് വാട്സപ്പ് നമ്പറാണ്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങാടി മരുന്ന് കട ഉണ്ടല്ലോ, പച്ചമരുന്നുകളൊക്കെ കിട്ടുന്ന ആ ഒരു ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്കുണ്ടായിരുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.